അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർദോസി വർക്കാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നമുക്ക് എങ്ങനെ സർദോസി വെച്ചിട്ട് ചെയ്തെടുക്കാൻ നോക്കാം. സർദോസിക്ക് പുറമെ ഞാൻ ബുളിയൻ വയറും അതുപോലെ തന്നെ വളരെ കുറച്ച് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ മെറ്റീരിയൽസ് വേണം നോക്കാം. ഇതാണ് സർദോസി. ഇതിപ്പോൾ പല ഷെയ്ഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ആൻറ്റിക് ഷെയ്ഡാണ് വരുന്നത്. ഇതിങ്ങനെ സ്പ്രിങ് പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഇങ്ങനെ വലിഞ്ഞു പോയ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി വാങ്ങണം. ഇതിപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഡാമേജ് ഒന്നും ഇല്ലാത്ത ടൈപ്പാണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ബൂളിയൻ വയർ വാങ്ങിക്കാൻ കിട്ടും. ഇതും അതുപോലത്തെ തന്നെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു ഫ്രെയിമാണ്. നമുക്ക് സ്റ്റിഫായിട്ട് നമുക്ക് തുന്നുമ്പോഴൊക്കെ സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ സർദോസി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഏകദേശം ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ നീഡിലാണ്. സാധാരണ നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന സൂചി. പിന്നെ നമുക്ക് നൂല് വേണം. പിന്നെ ഒരു സിസേഴ്സും ഒരു സ്കെയിലും വേണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നൂല് 2 ലെയറായിട്ട് എടുക്കുക. ഇതുപോലെ 2 ലെയറായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം സെൻറ്ററിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴെന്ന് ഈ പെറ്റലിൻ്റെ ഏറ്റവും താഴെന്ന് നമ്മളിങ്ങനെ സൂചി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സൂചി കയറ്റുക. ഇതിപ്പോൾ കുറച്ച് നീളത്തിലുള്ള സർദോസിയാണ്. ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് നീളം ഉണ്ടായിരിക്കും. നമുക്ക് സെൻറ്ററിൽ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീളമുള്ളത് വേണം. അപ്പോൾ നമ്മളത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത അതേ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് കൂടെ നമ്മൾ വീണ്ടും താഴോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് സെക്യൂർ ചെയ്യാം. അപ്പോൾ നമുക്ക് താഴേന്ന് തന്നെ എടുത്തിട്ട് ഇത് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സൈഡിലും ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഏകദേശം ലെങ്ത്ത് നോക്കിയിട്ട് നമുക്ക് സർദോസി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ലെങ്ത്ത് നോക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നീഡിലൂടെ ഇതെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ പോയിന്റിലൂടെ താഴോട്ട് കുത്തി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കുത്തുമ്പോൾ അടുത്തത് ഇതിനേക്കാളും കുറച്ച് താഴെയായിട്ട് വേണം കുത്താനായിട്ട്. സൈഡിലായിട്ട് വേണം കുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ലെങ്ത്ത് കുറവ് മതി. നേരത്തെ ഈ 2 പീസിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് കുറവ് മതി.
അപ്പോൾ നമ്മൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡിൽ നമ്മൾ മറ്റേ സൈഡും ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സി, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ സെൻറ്റർ ഫില്ല് ചെയ്യാണ്. സെൻറ്റർ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബുളിയൻ വയർ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സർദോസ് തന്നെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ബുളിയൻ വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലൂടെ നമ്മൾ സൂചി എടുക്കുക. എന്നിട്ട് നമ്മൾ ബുളിയൻ വയർ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതിനേക്കാൾ കുറച്ച് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലൂടെ നമ്മൾ സർദോസി എടുത്ത പോലെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ഇത് കുറച്ചും കൂടി കെയർ വേണം സർദോസിയേക്കാളും. ഇപ്പോൾ ഒരു പെറ്റൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഒരു പെറ്റൽ. അപ്പോൾ നമുക്കിതിനി നോട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറിയ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം മോഡൽ തന്നെയാണ് ഇതും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇതിന് സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ ബീഡ്സ് ആണ് വെച്ചിരിക്കുന്നത്, 2-3 എണ്ണം. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബുളിയൻ വയറാണ്. അതായത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബുളിയൻ വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര വേണം നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിത് നൂല് കൊണ്ട് ഇങ്ങനെ തുന്നി കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാച്ച് ആയിട്ടുള്ള നൂല് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സർദോസി വെച്ചിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണ് ഇവിടെ ലെങ്ത്ത് നോക്കിയിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഇവിടെ വേണ്ട ലെങ്ത്ത് നോക്കണം, ഈ ഒരു ലെങ്ത്ത്. അപ്പോൾ ഇവിടെ സെൻറ്ററിലാകുമ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതൽ വേണം. ഇവിടേക്ക് വരുംതോറും ഈ 2 എൻഡിലോട്ട് വരുംതോറും നമുക്ക് ലെങ്ത്ത് കുറവ് മതി. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ ഒരു ലൈൻ പോലെയാണ് വെക്കുന്നത്, ഇതുപോലെ. ഓക്കെ, ഇനി നമ്മളിതിന് ചുറ്റും ക്രോസ് ആയിട്ടാണ് നമ്മൾ സർദോസി വെക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ ആദ്യം വെച്ച് കൊടുക്കാം, എന്നിട്ട് 2 എൻഡിലോട്ടും ചെയ്യാം, അല്ലെങ്കിൽ എൻഡിൽ ചെയ്യാം.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.